ഹലോ, ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്ന ചോറിനൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കൊണ്ടാട്ടമുളക് യൂസ് ചെയ്തിട്ട് നല്ലൊരു കറി കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ കൊണ്ടാട്ടമുളക് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക. ഒരുപാട് കരിഞ്ഞു പോവാത്ത വിധത്തിൽ വറുത്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ മുളകൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി വേറൊരു പാൻ എടുത്തിട്ട് അതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഒരു 1/4 ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ 1 ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഇഞ്ചും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളിക്ക് ഏകദേശം ഒന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലോട്ട് നമ്മൾ ഒരു മീഡിയം സൈസിലുള്ള സവാള ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. സവാള ഒരുപാടൊന്നും വഴണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആയാൽ മതി. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് ഒരു 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ ഏകദേശം പൊടികളുടെ ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി അതിലോട്ടൊരു 1/4 കപ്പ് പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിവെള്ളം ഏകദേശം ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലോട്ട് നമ്മൾ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/4 കപ്പ് പുളിവെള്ളമാണ് ചേർത്ത് കൊടുത്തത്. അതേ അളവിൽ തന്നെ ശർക്കരയുടെ വെള്ളവും ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കൊണ്ടാട്ടമുളക് ചേർത്ത് കൊടുക്കുക. ഇതിൽ നമ്മൾ ഒട്ടും ഉപ്പ് ചേർക്കുന്നില്ല, കാരണം മുളകിൽ ഓൾറെഡി ഉപ്പുള്ളത് കൊണ്ട്. അതുപോലെ തന്നെ നമ്മൾ മുളക് ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ തണ്ട് ഒന്ന് മാറ്റി കൊടുക്കണം കേട്ടോ. കറി ഒന്ന് തിളച്ച് പറ്റി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി നമ്മുടെ കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊരു ഒഴിച്ച് കറിയല്ല, ഒരു തൊട്ട് കറിയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.